ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ നമ്മൾ 4-5 പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ മലയാളവും ഇംഗ്ലീഷും നമ്മൾ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അത് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് വേണമെന്ന് കമൻറ്റ് ചെയ്യാൻ കണ്ടു. അപ്പോൾ നമുക്ക് ആ ഇംഗ്ലീഷും മലയാളവും നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതാണേ. അപ്പോൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ മലയാളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്ന് കേട്ടോ. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് വൺ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പ്ലീസ് ബോട്ടിൽ ഓൾ ദീ സ്ട്രോബെറീസ് ആഫ്റ്റർ വാഷിംഗ് ആൻഡ് ഡ്രൈയിങ്. ഒന്നുകൂടെ പറയാം. പ്ലീസ് ബോട്ടിൽ ഓൾ ദീ സ്ട്രോബെറീസ് ആഫ്റ്റർ വാഷിംഗ് ആൻഡ് ഡ്രൈയിങ്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ്സ് പാർട്ട് ഓഫ് സ്പീച്ച്. പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നതിലൊരു വേർഡിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചിൽ വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? പ്ലീസ് ബോട്ടിൽ ഓൾ ദീ സ്ട്രോബെറീസ് ആഫ്റ്റർ വാഷിംഗ് ആൻഡ് ഡ്രൈയിങ്. ബോട്ടിൽ എന്ന വേർഡിൻ്റെ താഴെയാണ് അവർ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചോദ്യം ഇതെന്ത് പാർട്ട് ഓഫ് സ്പീച്ച് ആണെന്ന്. നൗൺ ആണോ, വെർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ, നൺ ഓഫ് ദീസ്. ഇതിനകത്ത് ഏതാണ് ആൻസർ വരുന്നത്? നൗൺ ആണോ, വെർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാ വരുന്നത്? ബോട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണത്? അതൊരു വെർബാണ് കേട്ടോ, വെർബാണ്. ഓക്കെ, അതായത് ഹിയർ പ്ലീസ് എന്ന് പറയുന്നത് ഒരു അഡ്വേർബാണ് അല്ലേ. മനസ്സിലായോ? പ്ലീസ് എന്നാണ് ക്വസ്റ്റ്യൻ തുടങ്ങിയേക്കുന്നത്. പ്ലീസ് ഈസ് ആൻ അഡ്വേർബ് ആൻഡ് യൂസ്ഡ് ആസ് എ ഫംഗ്ഷൻ വേർഡ് ടു എക്സ്പ്രസ് പൊളൈറ്റ്നെസ് ഓർ എംഫസിസ് ഇൻ എ റിക്വസ്റ്റ്. അതായത് ഇവിടെ ഈ പ്ലീസ് എന്ന വാക്ക് അതൊരു എന്താണ് പറയുന്നത്? പ്ലീസ് ബോട്ടിൽ ഓൾ ദി സ്ട്രോബെറീസ് ആഫ്റ്റർ വാഷിംഗ് ആൻഡ് ഡ്രൈ. അവിടെ ഒരു എംഫസൈസ് ചെയ്ത് പറയുകയാണ്, ഒരു കാര്യത്തെ എംഫസൈസ് ചെയ്ത് പറയുകയാണ് അല്ലേ, ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്. സോ എ വേർബ് ഈസ് ജനറലി യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്ലീസ്. അതുകൊണ്ട് പ്ലീസ് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഒരു വെർബ് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇവിടെ പ്ലീസ് ബോട്ടിൽ എന്നല്ലേ, അപ്പം ബോട്ടിലാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്ലീസ് ബോട്ടിൽ എന്ന് പറയുന്നത് എന്താണ്? അതൊരു വെർബാണ്. നൗണാന്നൊക്കെ തോന്നും, പക്ഷെ നൗണല്ല, വെർബാണ് കേട്ടോ. മനസ്സിലായല്ലോ? ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നൗ എ ഡേയ്സ് ട്രക്സ് ഓഫ് ദിസ് കമ്പനി ഡാഷ് പ്രിഫേർഡ് ബൈ മോസ്റ്റ് ഓഫ് ദി ഡ്രൈവേഴ്സ്. എന്താണ്? നൗ എ ഡേയ്സ് ട്രക്സ് ഓഫ് ദിസ് കമ്പനി ഡാഷ് പ്രിഫേർഡ് ബൈ മോസ്റ്റ് ഓഫ് ദ ഡ്രൈവേഴ്സ്. ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ആർ, ഈസ്, ഹാഡ് ബീൻ, നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ വരുന്നത്? ഇവിടെ ടെൻസിനെ സൂചിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. നൗ എ ഡേയ്സ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ കീവേഡ് അതാണ്. നൗ എ ഡേയ്സ് ട്രക്സ് ഓഫ് ദിസ് കമ്പനി ഡാഷ് പ്രിഫേർഡ് ബൈ മോസ്റ്റ് ഓഫ് ദി ഡ്രൈവേഴ്സ്. ആറാണോ, ഈസ് ആണോ, ഹാഡ് ബീൻ ആണോ? ഏതാ വരുന്നത്? ആറേ വരത്തുള്ളൂ അല്ലേ. 6 വരാൻ കാരണം എന്താണ്? നൗ എ ഡേയ്സ് എന്ന് പറയുന്നത് എന്ത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ് ആണ് അല്ലേ. നൗ എ ഡേയ്സ് അത് പ്രസന്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡാണ് അല്ലേ. ട്രക്സ് എന്ന നൗൺ എന്താണ്? ഇവിടെ പ്ലൂറൽ ഫോം ആണ് അല്ലേ. പ്ലൂറൽ അല്ലേ ട്രക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നൗ എ ഡേയ്സ് ട്രക്സ് എന്നാണ് വന്നിരിക്കുന്നത്. ട്രക്സ് ഇവിടെ പ്ലൂറൽ ആണ്. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വെർബ് ചേർക്കാനായിട്ട്. അപ്പോൾ ഇവിടെ പ്ലൂറൽ വെർബായിട്ടുള്ള 6 ചേർക്കണം. മനസ്സിലായോ? ട്രക്സ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ വെർബായിട്ട് പ്ലൂറൽ വെർബാണ് ഇവിടെ തന്നിരിക്കുന്ന 6 ചേർക്കണം. അങ്ങനെയാണ് ഇവിടെ 6 വരുന്നത് കേട്ടോ. അപ്പോൾ നൗ എ ഡേയ്സ് ട്രക്സ് ഓഫ് ദിസ് കമ്പനി ആർ പ്രിഫേർഡ് ബൈ മോസ്റ്റ് ഓഫ് ദി ഡ്രൈവേഴ്സ് എന്ന് വരും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The questions in the exam will be confined dash the syllabus prescribed. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. The questions in the exam will be confined dash the syllabus prescribed. Option on, in, off, none of these. ഏതാ ആൻസർ വരുന്നത്? പ്രപ്പോസിഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഒന്നും ശരിയല്ല കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. The questions in the exam will be confined dash the syllabus prescribed എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്ന ഒന്നും ആൻസർ ആയിട്ട് വരുന്നില്ല. ഡി ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം, നൺ ഓഫ് ദീസ്. കാരണം എന്താണെന്ന് അറിയാമോ? ദ പ്രപ്പോസിഷൻ ടു ബി യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കൺഫൈൻഡ് ഈസ് ടു. അതായത് പ്രിപ്പോസിഷൻ യൂസ് നമ്മുടെ കൺഫൈൻഡ് എന്നുള്ള ഇതിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ടു ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ടു എന്നുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടോ? ഓൺ, ഇൻ, ഓഫ് ആ തന്നേക്കുന്നത്. അപ്പോൾ ടു ആണ് കൺഫൈൻഡ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, കൺഫൈൻഡിന് ശേഷം എപ്പോഴും ടൂവേ വരുള്ളൂ. ടു എന്ന പ്രപ്പോസിഷനെ അവിടെ ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരയില്ല. അപ്പോൾ ഡി ഓപ്ഷനാണ്, നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ.
If they dash the market in time, they could get fresh vegetables. If they dash the market in time, they could get fresh vegetables. Reach, hard reached, reached, none of these. ഏതാണ് ആൻസർ വരുന്നത്? റീച്ച് ആണോ, ഹാർഡ് റീച്ച്ഡ് ആണോ, റീച്ച്ഡ് ആണോ വരുന്നത്? അവിടെ വരുന്നത് റീച്ച്ഡേ വരത്തുള്ളൂ അല്ലേ. ഇഫ് ദേ ഡാഷ് ദ മാർക്കറ്റ് ഇൻ ടൈം ദേ കുഡ് ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ് എന്നാണ് പറയുന്നത്. അവിടെ റീച്ച്ഡേ വരത്തുള്ളൂ. കാരണം നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് ഇമ്പോർട്ടബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ ഇമാജിനറി കണ്ടീഷൻ അല്ലെങ്കിൽ അൺറിയൽ കണ്ടീഷനിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒരു അൺറിയൽ കണ്ടീഷനാണ് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ഒരു പ്രോബബിൾ കണ്ടീഷനെ പറ്റി അല്ലെങ്കിൽ ഇമാജിനറി കണ്ടീഷനാണ് പറയുന്നത് ഇവിടെ. അപ്പൊ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് ഇംപ്രോബബിൾ അല്ലെങ്കിൽ ഇമാജിനറി കണ്ടീഷൻ, അൺറിയൽ കണ്ടീഷനിൽ പറയുന്നത്. ഇതിൽ കണ്ടീഷണൽ ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. ഇതിൽ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. ഇനി മെയിൻ ക്ലോസിൽ വരുന്നത് എങ്ങനെയാണ്? വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് വെർബിന്റെ ആദ്യ രൂപമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? മെയിൻ ക്ലോസിൽ എങ്ങനെയാണ്? വുഡ്, കുഡ്, ഷുഡ് ഓർ മൈറ്റ് പ്ലസ് വെർബിന്റെ ആദ്യ രൂപമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇഫ് ദേ റീച്ച്ഡ് ദ മാർക്കറ്റ് ഇൻ ടൈം ദേ കുഡ് ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ്. കിട്ടിയോ? ഓക്കെ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ജോൺ ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫ്. ജോൺ ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് സെലക്ട് ചെയ്യാനാണ്. ക്വസ്റ്റ്യൻ ടാഗ് സെലക്ട് ചെയ്യാനായിട്ട് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് അല്ലേ. അപ്പോൾ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ഒന്ന് സെലക്ട് ചെയ്യാമോ? ജോൺ ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവിടെ ഹാസ് ഹി ആണോ, ഹാസിൻ്റെ ഹി ആണോ, ഹാഡ് ഹി ആണോ, അത് നൺ ഓഫ് ദീസ് ആണോ വരുന്നത്? അതായത് സെന്റൻസ് ആദ്യം നോക്കുക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത് നിങ്ങളൊന്ന് പറഞ്ഞേ. ജോൺ ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫ് എന്നാ, അതൊരു നെഗറ്റീവ് സെന്റൻസാ. അപ്പൊ ടാഗ് പോസിറ്റീവ് വേണ്ടേ? ജോൺ ഹാസ് നെവർ എന്നൊരു വാക്ക് വന്നുകൊണ്ട് തന്നെ സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം അല്ലേ. അപ്പൊ ഇവിടെ നെവർ നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പോസിറ്റീവ് ടാഗ് ആണ്. ഇവിടെ പോസിറ്റീവില് എന്താ ജോൺ ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫ് എന്നാ ഹാസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഹാസ് ഹി എന്ന് വരും. മനസ്സിലായോ? ഹാസ് ഹി എന്ന് വരും. ഓക്കെ അല്ലേ? എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഷീ മെയ്ഡ് ദ അനൗൺസ്മെന്റ് ഇൻ ക്യാമറ. ഷീ മെയ്ഡ് ദ അനൗൺസ്മെന്റ് ഇൻ ക്യാമറ. ചൂസ് ദ വേർഡ് വിച്ച് ക്യാൻ റീപ്ലേസ് വൺ അണ്ടർലൈൻഡ്. അതായത് ക്യാമറ എന്ന വാക്കിന് താഴെ അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. ഷീ മെയ്ഡ് ദ അനൗൺസ്മെന്റ് ഇൻ ക്യാമറ എന്ന് പറഞ്ഞിട്ട് ക്യാമറയുടെ താഴെ അണ്ടർലൈൻ ചെയ്തിട്ട് ചൂസ് ദ വേർഡ് വിച്ച് ക്യാൻ റീപ്ലേസ്. അത് ക്യാമറയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന വേർഡ് ഏതാണെന്ന് ഞാൻ ഓപ്ഷൻ പറയാം. പബ്ലിക്കലി, പ്രൗഡ്ലി, ടു ദ മീഡിയ, നൺ ഓഫ് ദീസ്. ഏതാ വരുന്നേ? പബ്ലിക്കലി ആണോ, പ്രൗഡ്ലി ആണോ, ടു ദ മീഡിയ ആണോ? ക്യാമറയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന വേർഡ് ഏതാ അതിനകത്ത്? ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലേ. നൺ ഓഫ് ദീസ് ആണ് ആൻസർ. ഡി ഓപ്ഷൻ ആണ് വരുന്നത്. ദ ഫ്രേസ് ഇൻ ക്യാമറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രേസൽ വേർബില് ക്യാമറ, ഇൻ ക്യാമറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇൻ പ്രൈവറ്റ്. ഇൻ പ്രൈവറ്റ് ഓപ്ഷനിൽ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നൺ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. We were surprised by this temerity. We were surprised by this temerity. Select the word which has the same meaning as the one underline. ഇവിടെയും അതാ ടെമറിറ്റിയുടെ അടിയിൽ വരച്ചിട്ട് അതിന് പകരം സെയിം മീനിങ്ങുള്ള വാക്ക് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓപ്ഷൻ ഞാൻ പറയാം. ജനറോസിറ്റി, കെയർഫുൾനെസ്, റാഷസ്, നൺ ഓഫ് ദിസ്. ടെമറിറ്റി. വി വെയർ സർപ്രൈസ്ഡ് ബൈ ഹിസ് ടെമറിറ്റി. ടെമറിറ്റിയുടെ അടിയിലാണ് വരച്ചിരിക്കുന്നത്. അതിന് പകരമുള്ള വാക്ക് ഏതാ അതിനകത്ത്? ജനറോസിറ്റി ആണോ, കെയർഫുൾനെസ് ആണോ, റാഷസ് ആണോ, നൺ ഓഫ് ദിസ് ആണോ? ഏതാ വരുന്നത്? റാഷസ് ആണ് ആൻസർ കേട്ടോ. റാഷസ് ആണ്. RASHES ആണ്. ഓക്കെ. ഇനി ടെമറിറ്റിയുടെ വേറെ സിനോണിംസ് ഞാൻ പറയാം കുറച്ച്. ഡെയറിങ്, ഓക്കെ, ബോൾഡ്നെസ്, ഫോർവേഡ്നെസ്, ഓക്കെ, എഫ്രണ്ടറി, കെയർലെസ്നെസ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ടെമറിറ്റിയുടെ സിനോണിംസ് ആണ് കേട്ടോ. ഡയറിങ്, ബോൾഡ്നെസ്, ഫോർവേഡ്നെസ്, എഫ്രണ്ടറി, കെയർലെസ്നെസ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജോൺ ഈസ് എ പേഴ്സൺ ഹു ഹേറ്റ്സ് വുമൺ. ജോൺ ഈസ് എ പേഴ്സൺ ഹു ഹേറ്റ്സ് വുമൺ.
സെലക്ട് ദ വൺ വേർഡ് ഈക്വലൻ ടു ദ അണ്ടർലൈൻ പാർട്ട്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിന് പകരം വൺ വേർഡ് എഴുതാനാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ജോണി ഈസ് എ പേഴ്സൺ ഹൂ ഹേറ്റ്സ് വുമൺ. പേഴ്സൺ ഹൂ ഹേറ്റ്സ് വുമൺ താഴെ അണ്ടർലൈൻ ചെയ്തിരിക്കുക. അപ്പൊ അവിടെ വൺ വേർഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ്? പേഴ്സൺ ഹൂ ഹേറ്റ്സ് വുമൺ. അതിന്റെ വൺ വേർഡ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ പറയാം. ഫിലിയോഗൈനിസ്റ്റ്, ഗൈനിഫിലി, മിസാന്ത്രിസ്റ്റ്, നൺ ഓഫ് ദീസ്. ഏതാ വരുന്നേ? നിങ്ങൾക്ക് കിട്ടും. ഏതാ വരുന്നേ? മിസോഗൈനിസ്റ്റ് ആണല്ലേ. അവിടെ ആൻസർ ഇല്ല കേട്ടോ. ആൻസർ ഇല്ല. അതിനകത്ത് ആൻസർ വന്നിട്ടില്ലേ. വൺ ഹൂ, അതായത് സ്ത്രീകളെ വെറുക്കുന്ന ആളെ പറയുന്ന പേരെന്താണ്? മിസോഗൈനിസ്റ്റ് ആണ് കേട്ടോ. MISOGYNIST. അതാണ് ആൻസർ വരുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടല്ലോ ഫൈലോഗൈനിസ്റ്റ്. എന്താ ഫൈലോഗൈനിസ്റ്റ് എന്ന് പറഞ്ഞാൽ? അതായത് സ്ത്രീകളെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഫൈലോഗൈനിസ്റ്റ്. വൺ ഹു ലൈക്സ് ഓർ അഡ്മയർസ് വുമൺ, അതാണ് ഫൈലോഗൈനിസ്റ്റ്. ഇനി മിസാന്ത്രിസ്റ്റ് എന്താണ്? മിസാന്ത്രിസ്റ്റ് എ പേഴ്സൺ ഹു ഡിസ്ലൈക്സ് ഓർ ഡെസ്പൈസസ് മാൻ. അതായത് അതായത് ആണുങ്ങളെ, പുരുഷന്മാരെ ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലോ, അതാണ് മിസാന്ത്രിസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ മിസോഗൈനിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഹേറ്റ്സ് വുമൺ ആണ്. വൺ ഹു ലൈക്സ് ഓർ അഡ്മയർസ് വുമൺ ഫിലോഗൈനിസ്റ്റ് ആണ്. എ പേഴ്സൺ ഹു ഡിസ്ലൈക്സ് ഓർ ഡെസ്പൈസ് മാൻ എന്ന് പറഞ്ഞാൽ മിസാന്ത്രിസ്റ്റ് ആണ്. പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ. അടുത്ത ക്വസ്റ്റിനെ സെലക്ട് ദ കറക്റ്റ്ലി സ്പെല്ഡ് വേർഡ്. അതായത് സ്പെല്ലിങ് കറക്റ്റ് ആക്കാനാണ്. ഓക്കെ. ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ കറക്റ്റ് ഏതാണെന്നാണ്. ക്യാൻഡവർ എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. ക്യാൻഡവർ. CADAVER. ശരിയാണോ? ക്യാഡവർ. ക്യാഡവർ ആണ്. ക്യാഡവർ ശരിയാണോ? അത് ശരിയാണല്ലേ. ശരിയായ ക്യാഡവർ എന്ന് അങ്ങനെ തന്നെയല്ലേ എഴുതുന്നേ. കറക്റ്റ് ആണ്. സൂപ്രണ്ടന്റ് ഒന്ന് എഴുതിക്കുക. നിങ്ങൾ ഒന്ന് മനസ്സിലൊന്ന് എഴുതിക്കുക. നിങ്ങൾ അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി നോക്കിയേ. സൂപ്പർ ഇൻറ്റൻഡ് SUPRINTENDENT അല്ലേ. SUPRINTENDENT സൂപ്പർ ഇൻറ്റൻഡന്റ് അല്ലേ. അങ്ങനെ വരും. കിട്ടുമല്ലോ. അപ്പോൾ രണ്ടും ഇവിടെ തന്നിരിക്കുന്നത് ശരിയാണ്. രണ്ട് സ്പെല്ലിങ്ങും തന്നിരിക്കുന്നതിൽ ശരിയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് സ്പെല്ലിറ്റ് ചെക്ക് ചെയ്യാം. നമുക്ക് കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അക്യുറേറ്റ്. അക്യുറേറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താ? അക്യുറേറ്റിൻ്റെ സ്പെല്ലിംഗ് ACCURATE അല്ലേ. അക്യുറേറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ACCURATE. ആനുവൽ. ആനുവലിൻ്റെ സ്പെല്ലിംഗ് എന്താ? ANNUAL. 2 N ഉണ്ട്. ANNUAL. അതാണ് ആനുവൽ. ഇനി കേണൽ. കേണൽ ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. കേണൽ കിട്ടുന്നുണ്ടോ? COLONEL അല്ലേ. COLONEL ആണ് കേണൽ. ഓക്കെ. ഹെമറേജ്. ഹെമറേജ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹെമറേജ്. സ്പെല്ലിംഗ് എഴുതാൻ പറഞ്ഞാൽ തെറ്റിക്കരുത്. HAEMORRHAGE ഹെമറേജ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഹിപ്പോക്രസി. ഹിപ്പോക്രസി സ്പെല്ലിംഗ് എന്താണ്? HYPOCRISY അല്ലേ. ഹിപ്പോ HYPOCRISY ആണ് ഹിപ്പോക്രസി. ബൊക്കെ. ബൊക്കെ എന്ന് പറയില്ലേ. ബൊക്കെ. അതിന്റെ സ്പെല്ലിംഗ് എന്താണ്? ബൊക്കെ BOUQUET അല്ലേ. ബൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. BOUQUET. ഓക്കെ അല്ലേ. മിസിലേനിയസ്. മിസിലേനിയസിന്റെ സ്പെല്ലിംഗ് പറയാമോ? MIS മിസ്. സിലേനിയസ് CELLANEOUS. ഓക്കെ. കിട്ടിയോ? MISCELLANEOUS. ഓക്കെ. ഒക്കേഷൻ. ഒക്കേഷന്റെ സ്പെല്ലിംഗ് എങ്ങനെ വരും? ഒക്കേഷൻ 2 C ആണോ 2 S ആണോ എന്നൊക്കെ ഉള്ളൊരു സംശയം വരും നമുക്ക് അല്ലേ. ഒക്കേഷൻ പഠിച്ചോളൂ. OCCASION. 2 S ഒന്നും ഇല്ല കേട്ടോ. 2 C ആണ് വരുന്നത്. OCCASION ആണ്. ഓക്കെ. എംബരാസ്മെന്റ് പറയാമോ? എംബരാസ്മെന്റിന്റെ സ്പെല്ലിംഗ് EMBARASSMENT. അവിടെ 2 R ഉണ്ട് 2 S വരുന്നുണ്ട്. ഓക്കെ. EMBARRASSMENT എംബരാസ്മെന്റ്. ഓക്കെ. ഇത്രയും ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണം കേട്ടോ വേർഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. അഫ്ലുവന്റ് പേഷ്യൻസ് ഗോ ടു ദിസ് ഹോസ്പിറ്റൽ. അഫ്ലുവന്റ് പേഷ്യൻസ് ഗോ ടു ദിസ് ഹോസ്പിറ്റൽ.
ചൂസ് ദ വേർഡ് ഓപ്പോസിറ്റ് ടു ദ വൺ അണ്ടർലൈൻ. അതായത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് അഫ്ലുവൻ്റ് ആണ്. അഫ്ലുവൻ്റ് ഓപ്പോസിറ്റ് എന്താ? ഓപ്ഷൻ ഉണ്ട്. ഇന്റലിജന്റ് ആണോ, പൂവർ ആണോ, സ്റ്റുപ്പിഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാ വരുന്നേ? അഫ്ലുവൻ്റ് പേഷ്യൻസ് ഗോ ടു ദിസ് ഹോസ്പിറ്റൽ. അഫ്ലുവന്റിന്റെ ഓപ്പോസിറ്റ് എന്താണ് പറയാമോ? പൂവർ അല്ലേ? പൂവർ എന്നാണ്. അഫ്ലുവന്റ് ഓപ്പോസിറ്റ് എന്താണ്? പൂവർ ആണ്. അപ്പൊ അതിന്റെ സിനോണിംസ് നോക്കാം നമുക്ക്. അഫ്ലുവന്റ് എന്ന് പറഞ്ഞ വേർഡിന്റെ സിനോണിംസ് ഏതൊക്കെയാണ്? റിച്ച് വരും അല്ലേ? റിച്ച് വരും, വെൽത്തി പറയാം, വെൽ ഫിക്സ്ഡ് പറയാം, ലോഡഡ്, ഒപ്യുലന്റ് അല്ലേ? ഇതൊക്കെ നമുക്ക് പൂവറിന്റെ സിനോണിംസ് ആയിട്ട്, പൂവറിന്റെ അല്ല അഫ്ലുവന്റിന്റെ സിനോണിംസ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ അഫ്ലുവന്റ് ഓപ്പോസിറ്റ് എന്താണ്? പൂവർ ആണ് കേട്ടോ. ഓക്കെ, ഇത്രയാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് 10 കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് മലയാളം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, വിദുഷി എന്ന പദത്തിന് അനുയോജ്യമായ പുല്ലിംഗ രൂപം ഏതാണ്? വിദുഷി. വിദുഷി എന്ന പദത്തിന് അനുയോജ്യമായ പുല്ലിംഗം. വിദ്വാൻ, ആചാര്യൻ, പണ്ഡിതൻ, വിദുരൻ. ഏതാണ് വിദുഷി എന്നതിൻ്റെ പുല്ലിംഗം ഏതാണ്? പറയാവോ? വിദ്വാനാണ് കേട്ടോടാ. വിദുഷിയുടെ പുല്ലിംഗം ചോദിച്ചാൽ വിദ്വാൻ പറയണം കേട്ടോ. വിദ്വാനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പുല്ലിംഗവും സ്ത്രീലിംഗവും നോക്കാം. പുല്ലിംഗവും സ്ത്രീലിംഗവും ആണ്. ദാതാവ് പുല്ലിംഗമാണല്ലേ ദാതാവ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ത്രീലിംഗം എന്താ? ധാത്രിയാണ്. ദാതാവ് ധാത്രിയാണ്. ഭ്രാതാവ്. ഭ്രാതാവ് സ്ത്രീലിംഗം ശ്രദ്ധിക്കുക. ഭ്രാതാവ് സ്വസ്വാവ് കേട്ടോ, തെറ്റിക്കരുത്. ഭ്രാതാവിന്റെ സ്ത്രീലിംഗം എന്താണ്? സ്വസ്സാവ്. ചോരൻ. ചോരന്റെ സ്ത്രീലിംഗം ചോരിണി. ഓക്കെ, ചോരൻ ചോരിണി. തീയൻ സ്ത്രീലിംഗം പറഞ്ഞേ. തീയൻ. തീയത്തി. തീയൻ തീയത്തി. അധിപതി. അധിപത്നിയാണ്. അധിപതിയുടെ സ്ത്രീലിംഗം എന്താണ്? അധിപത്നിയാണ്. കമ്മാളൻ. കമ്മാളന്റെ സ്ത്രീലിംഗം എന്താ? കമ്മാട്ടി. കമ്മാളൻ കമ്മാട്ടി. ക്ഷേമവാൻ. ക്ഷേമവാന്റെ സ്ത്രീലിംഗം ക്ഷേമവതി. ക്ഷേമവതി. ഒന്നുകൂടെ പറയാവേ. ദാതാവ് ധാത്രി, ഭ്രാതാവ് സ്വസ്വാവ്, ചോരൻ ചോരിണി, തീയൻ തീയത്തി, അധിപതി അധിപത്നി, കമ്മാളൻ കമ്മാട്ടി, ക്ഷേമവാൻ ക്ഷേമവതി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനെ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനം എപ്പോഴും ചോദിക്കുന്നതാണ്. മലയാളത്തിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്നതാണ് പൂജക ബഹുവചനം. എന്താണ് പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ? അർത്ഥം കൊണ്ട് ഏകവചനമായിരിക്കും, എന്നാൽ ബഹുമാനാർത്ഥം സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ബഹുവചന രൂപങ്ങളെയാണ് നമ്മൾ പൂജക ബഹുവചനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? അർത്ഥം കൊണ്ട് ഏകവചനമാണ് എങ്കിലും ബഹുമാനപൂർവ്വം പ്രയോഗിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ. ഇവിടെ ചോദ്യം ഓപ്ഷൻ തന്നിരിക്കുന്നത് അധ്യാപകൻ, ആചാര്യന്മാർ, വൈദ്യർ, ഡോക്ടർ. അധ്യാപകൻ, ആചാര്യന്മാർ, വൈദ്യർ, ഡോക്ടർ. ഏതാണ്? കിട്ടിക്കാണും ആൻസർ. വൈദ്യരാണ് ആൻസർ വരുന്നത് അല്ലേ? പൂജക ബഹുവചനം ഏതാണ് ഇതിനകത്ത്? വൈദ്യർ എന്നുള്ള വാക്കാണ്. ഓക്കെ, അപ്പോൾ ഈ പൂജക ബഹുവചനത്തിന് ചില പ്രത്യയങ്ങളുണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആർ, ആർ, കൾ അല്ലേ? ഇതൊക്കെ പൂജക ബഹുവചനത്തിന്റെ പ്രത്യയങ്ങളാണ്. വൈദ്യർ, അർ വന്നല്ലേ. പിന്നെ ആർ, കൾ ഒക്കെ വരും പ്രത്യയങ്ങളായിട്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വാമികൾ അല്ലേ, ചാക്യാർ, തന്ത്രികൾ, താങ്കൾ, മാരാർ ഒക്കെ എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യന് താഴെ തന്നിട്ടുള്ള വാക്കുകളിൽ തേനിന്റെ പര്യായം അല്ലാത്തത് ഏതാണെന്ന് പറയണം. തേനിന്റെ പര്യായം അല്ലാത്തത്. മധു, മധുബൻ, പീയൂഷം, അമൃതം. ഏതാണ് അതിനകത്ത് തേനിന്റെ പര്യായം അല്ലാത്തത്? ഏതാ? മധുബൻ അല്ലേ? മധു, അതുപോലെ പീയൂഷം, അമൃതം ഇതൊക്കെ എന്താണ്? തേനിന്റെ പര്യായ പദങ്ങളാണ്. എന്നാൽ മധുബൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വണ്ട് അല്ലേ? മധുബൻ എന്താണ് അർത്ഥം? വണ്ട് കേട്ടോ. മധുബൻ വണ്ടെന്നും ഉണ്ട്, മദ്യപൻ എന്നും ഉണ്ട് കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ. മധുബൻ എന്ന് പറഞ്ഞാൽ വണ്ടാണെന്ന് അറിയാം, മദ്യപൻ എന്നൊരു അർത്ഥവും കൂടി ഉണ്ട്. ഓക്കെ, ഇനി തേൻ. തേന്റെ പര്യായപദമാണ് മധു, മരന്തം, മകരന്തം. എന്താണ്? മധു, മരന്തം, മകരന്തം ഒക്കെ തേനാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വാഗതീതം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വാഗതീതം. വാഗതീതം. വാഗതീതം പിരിച്ചെഴുതുന്നത് എങ്ങനെയാ? വാക്ക് പ്ലസ് അതീതമാണ് അല്ലേ? വാഗ് പ്ലസ് അതീതമാണ്. ഓക്കെ, ഇപ്പൊ കുറച്ച് വാക്കുകൾ നമുക്ക് പിരിച്ചെഴുതി നോക്കിയാലോ. ഗത്യന്തരം. ഗത്യന്തരം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? ഗതി പ്ലസ് അന്തരമാണ് അല്ലേ? ഗത്യന്തരം എന്ന് പറയുന്നത് ഗതി പ്ലസ് അന്തരമാണ്. ഗതി പ്ലസ് അന്തരമാണ്. പിത്രാജ്ഞ. പിത്രാജ്ഞ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? പിതൃ പ്ലസ് ആജ്ഞയാണ് പിത്രാജ്ഞ അല്ലേ? പിതൃ പ്ലസ് ആജ്ഞയാണ്. യഥേഷ്ടം. യഥേഷ്ടം എങ്ങനെ എഴുതാം? നമുക്ക് പിരിച്ചെഴുതാം.
ആ യഥാ പ്ലസ് ഇഷ്ടം. യഥേഷ്ടം എങ്ങനെയാണ്? യഥാ പ്ലസ് ഇഷ്ടമാണ്. ഒരുവൻ എങ്ങനെ പിരിച്ചെഴുതാം? ഒരു പ്ലസ് അന്നാണ് അല്ലേ? ഒരു പ്ലസ് അന്നാണ്. ഒരു പ്ലസ് അന്നാണ്. ഗുരുവേ എന്നുള്ളത് എങ്ങനെ പിടിക്കും? ഗുരുവേ, ഗുരു പ്ലസ് എ ആണ് അല്ലേ? ഗുരു പ്ലസ് എ ആണ്. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. കേവലക്രിയയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? കേവലക്രിയയ്ക്ക് ഉദാഹരണം അല്ലാത്തത് പഠിക്കുന്നു, ചിരിക്കുന്നു, ഓടുന്നു, ഉറക്കുന്നു. ഇതിനകത്ത് ഏതാ വരുന്നത്? കേവലക്രിയ എന്ന് പറയുമ്പോൾ ഉറക്കുന്നു എന്നുള്ളതല്ലേ അല്ലേ? എന്താണ് കേവലക്രിയ എന്ന് വെച്ചാൽ? കർത്താവ് തനിയെ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ കേവലക്രിയ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ കേവലക്രിയയുണ്ട്, പ്രയോജക ക്രിയകളും ഉണ്ട്. അതിൽ കേവലക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്നത്, അതായത് എഴുതുന്നു, കേൾക്കുന്നു, കാണുന്നു, ചാടുന്നു, പാടുന്നു, അതൊക്കെ കേവലക്രിയകളാണ്. ഓക്കെ, പ്രയോജക ക്രിയകൾ എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ മറ്റുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അല്ലേ? എഴുതിപ്പിക്കുന്നു, കേൾപ്പിക്കുന്നു, കാണിക്കുന്നു അല്ലേ? ചാടിക്കുന്നു, പാടിക്കുന്നു ഒക്കെ എന്തിൽ വരും? പ്രയോജക ക്രിയകളാണ്, ഓർത്ത് വെച്ചേക്കുക. അപ്പൊ കർത്താവ് തനിയെ ചെയ്യുന്ന പ്രവൃത്തികളാണ് കേവലക്രിയകൾ. ഇതിനകത്ത് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഉറക്കുന്നു എന്നുള്ളതാണ്. പഠിക്കുന്നു, ചിരിക്കുന്നു, ഓടുന്നു ഒക്കെ എന്താണ്? കേവലക്രിയകളാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, സ്നേഹധനൻ ഏത് സമാസമാണെന്ന് പറയാമോ? സ്നേഹധനൻ എന്നത് ഏത് സമാസമാണ്? തൽപുരുഷനാണോ, ബഹുബ്രീഹിയാണോ, കർമ്മധാരയനാണോ, ദ്വന്ദ്വ സമാസമാണോ? നമുക്കറിയാം സമാസം എന്ന് പറയുന്നത് തൽപുരുഷനുണ്ട്, ബഹുബ്രീഹി, കർമ്മധാരയൻ, ദ്വന്ദ്വ സമാസം, അങ്ങനെ പല രീതിയിലുണ്ട് അല്ലേ? അതിലേതാണ് സ്നേഹധനൻ എന്ന് പറയുന്നത്? ഏത് സമാസമാണ്? ബഹുബ്രീഹി അല്ലേ? ബഹുബ്രീഹി സമാസമാണ്. എന്താണ് ബഹുബ്രീഹി സമാസം? വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിനോ ഉത്തരപദത്തിനോ അല്ലാതെ അന്യപദത്തിന് പ്രാധാന്യമുള്ളവയാണ് ബഹുബ്രീഹി എന്ന് പറയുന്നത് കേട്ടോ. വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിനോ ഉത്തരപദത്തിനോ ഒന്നും പ്രാധാന്യമില്ല, അന്യപദത്തിനായിരിക്കും അവിടെ പ്രാധാന്യം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താമരക്കണ്ണൻ അല്ലേ? അതായത് താമര ഇതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയവനോ ആരോ അവൻ, അതാണ് അങ്ങനെ പറയാം താമരക്കണ്ണനെ. മനസ്സിലായോ? ഇനി എന്താണ് സമാസം എന്ന് പറഞ്ഞാൽ? വിഭക്തി പ്രത്യയങ്ങൾ കൂടാതെ പദങ്ങളെ ചേർത്ത് പറയുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത്. വിഭക്തി പ്രത്യയങ്ങൾ കൂടാതെ പദങ്ങളെ ചേർത്ത് പറയുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനെ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒരെണ്ണം വർഗാക്ഷരങ്ങളുടെ ചില്ലാണ്. ഏതാണത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒരെണ്ണം വർഗാക്ഷരങ്ങളുടെ ചില്ലാണ്. അതിനകത്ത് ഏതാണെന്ന് പറയണം. ഇന്നാണോ, ഇറാണോ, ഇള്ളാണോ, ഇല്ലാണോ? വർഗാക്ഷരങ്ങളുടെ ചില്ല് അത് ഇന്നാണല്ലേ? ഇന്നാണ് ആൻസറായി, ഇന്നാണ് വരുന്നത് കേട്ടോ. ഓക്കെ, കിട്ടിയോ? ഇന്നാണേ. അതിലെ മധ്യമ ചില്ലുകളും ഉണ്ട്, അനുനാസിക ചില്ല്. ചില്ലക്ഷരങ്ങളാണ് ഏതൊക്കെ? ഇന്നും, ഇറും, ഇള്ളും, ഇല്ലും, ഇണ്ണും ഒക്കെ എന്തിൽ വരുന്നതാണ്? ചില്ലക്ഷരങ്ങളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ രണ്ട് തരത്തിലുള്ള ചില്ലക്ഷരമുണ്ട്, അനുനാസികയുണ്ട്, മധ്യമ ചില്ലക്ഷരങ്ങളുണ്ട്. അനുനാസിക ചില്ലെന്ന് പറയുന്നത് ഇന്നും ഇണ്ണും ഒക്കെയാണ്. മധ്യമ ചില്ലുകളിൽ വരുന്നത് ഇറ്, ഇള്ള്, ഇല്ല് ഒക്കെയാണ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിനെ, പ്രേക്ഷകൻ എന്ന പദത്തിന് കാഴ്ചക്കാരൻ എന്നാണ് അർത്ഥം. എന്നാൽ പ്രേക്ഷകൻ എന്ന പദത്തിന് എന്താണ് അർത്ഥം? അതായത് രണ്ട് പ്രേക്ഷകനുണ്ട് അല്ലേ? ഇക്ഷ, കായും ഷായും കൂടെ ചേർന്ന ഇക്ഷ ഇല്ലേ? ആ പ്രേക്ഷകനാണ് കാഴ്ചക്കാരൻ. അപ്പോൾ മറ്റേ പ്രേക്ഷകൻ വെറും ഷായാണെങ്കിൽ പ്രേക്ഷകൻ എന്നുള്ള ആ പദത്തിന് എന്താണ് അർത്ഥം എന്നറിയാമോ? പറഞ്ഞയച്ചവൻ എന്ന അർത്ഥമാണ് വരുന്നത്. ചോദിക്കാറുണ്ടല്ലോ പരീക്ഷയ്ക്ക്. പ്രേക്ഷകൻ കാഴ്ചക്കാരനാണ്, വെറും ഷായാണെങ്കിൽ അത് പറഞ്ഞയച്ചവനാണ് ആ പ്രേക്ഷകൻ. മനസ്സിലായോ? കിട്ടുന്നുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ സ്വീകരിക്കുന്ന ആളിനെ നമുക്ക് എന്ത് പറയാം? സ്വീകർത്താവ്. സ്വീകരിക്കുന്ന ആളാണ് സ്വീകർത്താവ്. പറയുന്ന ആളാരാണ്? പറയുന്ന ആള് വക്താവാണ് അല്ലേ? പറയുന്ന ആളാരാണ്? വക്താവാണ്. കേൾക്കുന്നയാളോ? ശ്രോതാവാണ് അല്ലേ? കേൾക്കുന്നയാള് ശ്രോതാവാണ്. ഗ്രഹിക്കുന്ന ആളാരാണ്? ഗ്രാഹകനാണ് അല്ലേ? ഗ്രഹിക്കുന്ന ആള് ഗ്രാഹകനാണ്. കൊല്ലുന്നവൻ ആരാണ്? ഹന്താവാണ്. കൊല്ലുന്നവൻ ഹന്താവ്. കാണുന്നവൻ ആരാണ്? ദ്രഷ്ടാവാണ് അല്ലേ? ദ്രഷ്ടാവ്. കാണുന്നവൻ ദൃഷ്ടാവാണ്. സാരമായി സംസാരിക്കുന്നവൻ ആരാണ്? അത് വാഗ്മിയാണ്. ഓക്കെ, സാരമായി സംസാരിക്കുന്നവനാണ് വാഗ്മി. ഇനി അധികം സംസാരിക്കുന്നവൻ ആരാ? അത് വാചാലനാണ് അല്ലേ? അധികം സംസാരിക്കുന്നവൻ ആരാണ്? വാചാലനാണ്. ഒന്നുകൂടെ, സ്വീകരിക്കുന്ന ആള് സ്വീകർത്താവ്, പറയുന്ന ആള് വക്താവ്, കേൾക്കുന്നയാള് ശ്രോതാവ്, ഗ്രഹിക്കുന്നയാള് ഗ്രാഹകൻ, കൊല്ലുന്നവൻ ഹന്താവ്, കാണുന്നവൻ ദൃഷ്ടാവ്, സാരമായി സംസാരിക്കുന്നവൻ വാഗ്മി, അധികം സംസാരിക്കുന്നത് വാചാലൻ. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ നിന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്.
അടുത്ത സന്ധി അനുസരിച്ച് കൂട്ടത്തിൽ പെടാത്ത പദം ഏതാന്ന് പറയണം കേട്ടോ. സന്ധി അനുസരിച്ച് കൂട്ടത്തിൽ പെടാത്തത് തിരശീല, മടിശീല, കുടശീല, പട്ടുശീല. ഏതാ വരുന്നേ? സന്ധി അനുസരിച്ച് കൂട്ടത്തിൽ പെടാത്തത് തിരശീലയാണോ, മടിശീലയാണോ, കുടശീലയാണോ, പട്ടുശീലയാണോ? പട്ടുശീലയെ വരത്തുള്ളൂ അല്ലെ. പട്ടുശീലയാണ് ആൻസർ. കാരണം മറ്റെല്ലാം ദിത്വസന്ധിയാ. നോക്കിക്കേ, തിരശീല, മടിശീല, കുടശീല ഒക്കെ ദിത്വസന്ധിയാണ് വരുന്നത്. പട്ടുശീല മാത്രം ഈ സന്ധിയിൽ വരുന്നില്ല. ഓക്കെ അല്ലേ? അപ്പൊ തിരശീല നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? തിരശീല, തിര പ്ലസ് ശീല അല്ലേ. തിരശീല എന്ന് പറയുമ്പോൾ 2 ശായ ഉണ്ട് അല്ലേ. പക്ഷെ തിരിച്ചെഴുതുമ്പോൾ ഒരു ശീലയെ വരത്തുള്ളൂ, ഒരു ശായയെ വരത്തുള്ളൂ. തിര പ്ലസ് ശീല. മനസ്സിലായോ? മടിശീല അതുപോലെ തന്നെ, മടി പ്ലസ് ശീല. കുടശീലയും അതുപോലെ തന്നെ, കുട പ്ലസ് ശീല. അതുകൊണ്ടാണ് ദിത്വസന്ധി എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ഏതിലാണ് കണ്ണടയ്ക്കുക എന്നതിന് ആ ക്രിയ തീരെ പ്രകടമല്ലാത്തത്? താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ഏതിലാണ് കണ്ണടയ്ക്കുക എന്നതിന് ആ ക്രിയ തീരെ പ്രകടമല്ലാത്തത്? ഓപ്ഷൻ പറയാം. ഞാൻ മുഖത്ത് ഊതിയപ്പോൾ കുട്ടി കണ്ണടച്ചു. ആദ്യമൊക്കെ മകൻ കക്കാൻ പോകുമ്പോൾ അമ്മ കണ്ണടയ്ക്കുമായിരുന്നു. അച്ഛൻ കണ്ണടച്ചതിന് ശേഷമാണ് കുട്ടി ഇത്ര വഷളായത്. 14 വർഷം ലക്ഷ്മണൻ കണ്ണടയ്ക്കാതെ കാത്തിരുന്നത് കൊണ്ടാണ് രാമന് ശത്രുഭയം കൂടാതെ കാട്ടിൽ കഴിച്ചു കൂട്ടാൻ കഴിഞ്ഞത്. ഇതിനകത്ത് ഏതിലാണ് കണ്ണടയ്ക്കുക എന്നതിന് ആ ക്രിയ തീരെ പ്രകടമല്ലാത്തത്? ഏതാണ്? അത് സി ഓപ്ഷൻ നോക്കിക്കേ. അച്ഛൻ കണ്ണടച്ചതിന് ശേഷമാണ് കുട്ടി ഇത്ര വഷളായത്. അങ്ങനെ പറയുമോ? അതാണ് അവിടെ ആൻസർ വരുന്നത് കേട്ടോ. അച്ഛൻ കണ്ണടച്ചതിന് ശേഷമാണ് കുട്ടി ഇത്ര വഷളായത്. അതാണ് അവിടെ ക്രിയ പ്രകടമാകാത്തത്. കണ്ണടയ്ക്കുക എന്നതിന് ആ ക്രിയ തീരെ പ്രകടമല്ലാത്തത് അവിടെയാണ്. ഓക്കെ അല്ലേടാ? കിട്ടിയോ? അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും മലയാളവും കൂടെ തീർത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ ഡാ.